ഹായ് ഓൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോഷൻ ആൻഡ് ടൈപ്പ് കൺവേർഷനെ കുറിച്ചിട്ടാണ്. ജാവാസ്ക്രിപ്റ്റിൽ ഏറ്റവും കൂടുതൽ ട്രിക്കിയർ ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. ഈ ഒരു വീഡിയോയിലൂടെ അത് കവർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംസാരിച്ച സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. എങ്ങനെയാണ് ടൈപ്പ് കൺവേർഷൻ ജാവാസ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നത്? അതിനു മുൻപ് നമുക്ക് ടൈപ്പ് കോർഷൻ എന്താണെന്ന് നോക്കാം. ടൈപ്പ് കോർഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഓർ ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഓഫ് വാല്യൂസ്. അതായത് ജാവാസ്ക്രിപ്റ്റ് ഡൈനാമിക്കലി ടൈപ്ഡ് ലാംഗ്വേജ് ആണ്. നമ്മൾ കൊടുക്കുന്ന വേരിയബിളിനെ ഡൈനാമിക്കലി അതിനെ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനെ ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നു. ഇത് പല സിറ്റുവേഷനിൽ വരാറുണ്ട്. അതായത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, കമ്പാരിസൺ, ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഈ ഇംപ്ലിസിറ്റ് കൺവേർഷൻ വരാറുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പല കോഡിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ചോദിക്കാറുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കായ ടൈപ്പ് ഓഫ് കോർഷൻ നോക്കാം. ടൈപ്പ് ഓഫ് കോർഷൻ ഒന്നാമത്തത് ഇംപ്ലിസിറ്റ് വൺ. ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് കൺവേർട്ട് ചെയ്യുന്നു. എക്സ്പ്ലിസിറ്റ് കോർഷൻ എന്ന് പറയുമ്പോൾ ഡെവലപ്പർ തന്നെ മാനുവലി അതിനെ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് കോർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ച് ഇതിനെ ഡിഫൈൻ ചെയ്യാം. അതിൽ ഒന്നാമത്തതാണ് അഡീഷൻ വിത്ത് പ്ലസ് ഓപ്പറേറ്റർ. ജാവാസ്ക്രിപ്റ്റിൽ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് അഡീഷനും സ്ട്രിംഗ് കൺകാറ്റനേഷനും വേണ്ടിയിട്ടാണ്. അതായത് ഡുവൽ റോളാണ് പ്ലസ് ഓപ്പറേറ്ററിനുള്ളത്. ഈ ഫംഗ്ഷനാലിറ്റി എപ്പോഴും ഇംപ്ലിസിറ്റ് ടൈപ്പ് കോർഷനിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, console.log 1 പ്ലസ് സ്ട്രിംഗ് 4ന്റെ ഔട്ട്പുട്ട് 14 ആണ്. അതായത് ജാവാസ്ക്രിപ്റ്റ് 1 എന്ന നമ്പറിനെ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? 1ഉം 4ഉം സ്ട്രിങ് ആവുന്നു, ഔട്ട്പുട്ട് 14 എന്ന് വരുന്നു. അങ്ങനെയാണ് console.log 1 പ്ലസ് സ്ട്രിംഗ് 4ന്റെ ഔട്ട്പുട്ട് 14 എന്ന് വരുന്നത്. ഇതുപോലെ അഡീഷൻ വെച്ചിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? സബ്ട്രാക്ഷൻ വിത്ത് മൈനസ് ഓപ്പറേറ്റർ. മൈനസ് ഓപ്പറേറ്റർ സബ്ട്രാക്ഷന് വേണ്ടി മാത്രമാണ്, സ്ട്രിംഗ് കൺകാറ്റനേഷന് വേണ്ടിയിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അതിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും നിങ്ങൾക്ക് വരാനില്ല. ഈ പറഞ്ഞ എക്സാമ്പിളിൽ 5 സ്ട്രിംഗ് ആണെങ്കിൽ പോലും അതിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ സ്ട്രിംഗ് 5 മൈനസ് 1 എന്നതിൻ്റെ ഔട്ട്പുട്ട് 4 ആണ് വരുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് അധികം കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. അടുത്തതാണ് ബൂളിയൻ കൺവേർഷൻ. ബൂളിയൻ കൺവേർഷൻ എന്താണ്? ബൂളിയനെ എപ്പോഴും നമ്മൾ ട്രൂവിനെ 1 ആയിട്ടും ഫോൾസിനെ 0 ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ഇത് കണ്ടോ, console.log ട്രൂ പ്ലസ് 4 എന്ന് വരുമ്പോൾ എന്താണ്? ട്രൂ 1 ആയിട്ട് കണക്കാക്കുന്നു, പ്ലസ് 4 എന്ത് വരും? 5 എന്ന ഔട്ട്പുട്ട് വരും. ഈ ട്രൂ പ്ലസ് 4 അല്ലെങ്കിൽ 4 പ്ലസ് ട്രൂ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സാധാരണ ചോദിക്കാറുണ്ട് കോഡിംഗ് ഇന്റർവ്യൂസിനകത്ത്. നെക്സ്റ്റ് ആണ് ഇക്വാലിറ്റി കമ്പാരിസൺ. ഇതിൽ ഡബിൾ ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ടൈപ്പ് കോർഷൻ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, console.log ഇതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ട്രൂ ആണ് വരുന്നത്, ഈവൻ ഇഫ് 4 സ്ട്രിംഗ് ആണെങ്കിൽ പോലും. കാരണം ഇവിടെ സ്ട്രിംഗ് 4 എന്നുള്ളതിനെ എന്താവുന്നു? നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 4 ഈക്വൽ ടു 4 ആണോ? അതെ. അപ്പോൾ നമുക്ക് ട്രൂ കിട്ടുന്നു. നിങ്ങൾക്ക് സ്ട്രിക്റ്റ് ഇക്വാലിറ്റി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ട്രിപ്പിൾ ഈക്വൽ ടു യൂസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരുന്നത്? ഫോൾസ് ആണ് വരുന്നത്. കാരണം ഒന്ന് സ്ട്രിങ്ങും ഒന്ന് നമ്പറുമാണ്. ഇതാണ് ഇക്വാലിറ്റി കമ്പാരിസൺ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റർ ആയിട്ടുള്ള ആൻഡും ഓറും കോഴ്സ് വാല്യൂസ് ടു ബൂളിയൻ. അതായത് ഈ ഒരു കൺസോളിന്റെ ഔട്ട്പുട്ട് ഡീഫോൾട്ട് ആണ് വരുന്നത്. എന്താണെന്നറിയോ? ഇതിൽ 0യെ കൺസിഡർ ചെയ്യുന്നത് ഫോൾസി ആയിട്ടാണ്. അതായത് 0 ഫോൾസ് ആണ്. ഫോൾസ് ഓർ ഡീഫോൾട്ട് കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? ഡീഫോൾട്ട് ആണ് വരുന്നത്. ഇതിൽ എന്തുകൊണ്ട് ട്രൂത്തി വന്നു, എന്തുകൊണ്ട് ഫോൾസി വന്നു എന്നൊക്കെ ഉള്ളത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഡീഫോൾട്ട് ആണ് വരുന്നത്. 0 മാറ്റി 1 ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും വരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ് ട്രൂത്തി ആൻഡ് ഫോൾസി വാല്യൂസ്. ജാവാസ്ക്രിപ്റ്റ് ചില വാല്യൂസിനെ ഡീഫോൾട്ട് ആയിട്ട് ട്രൂത്തി ആയിട്ടും ഫോൾസി ആയിട്ടും കണക്കാക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, 0, പിന്നെ ഡബിൾ കോട്ട്സ്, നൾ, അൺഡിഫൈൻഡ് ആൻഡ് നൺ, അതായത് നോട്ട് എ നമ്പറിനെ ഫോൾസി ആയിട്ടാണ് കണക്കാക്കുന്നത്. മറ്റു വാല്യൂസ്, അതായത് നോൺ സീറോ നമ്പേഴ്സ് അല്ലെങ്കിൽ നോൺ എം ടി സ്ട്രിങ്ങിനെ ട്രൂത്തി ആയിട്ടും കണക്കാക്കും. എപ്പോഴും സ്ട്രിക്റ്റ് ഇക്വാലിറ്റി യൂസ് ചെയ്യുക. ഡബിൾ ഈക്വൽ ടുന് പകരം ട്രിപ്പിൾ ഈക്വൽ ടു യൂസ് ചെയ്യുമ്പോൾ അൺഇൻറ്റൻഡഡ് ആയിട്ടുള്ള കമ്പാരിസൺ റിസൾട്ടിന് ഒഴിവാക്കാൻ പറ്റും. അടുത്തതാണ് കൺവേർട്ട്
ടൈപ്പ് എക്സ്പ്ലിസിറ്റ്ലി. നിങ്ങൾക്ക് റിക്വസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂവിന്റെ ടൈപ്പ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇതുപോലെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ താഴെ പറയുന്ന 2 എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്പർ ഓഫ് സ്ട്രിംഗ് 5 -3 കൊടുക്കുമ്പോൾ 2 വന്നു, കാരണം സ്ട്രിംഗ് 5നെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെയാണ് താഴെയുള്ള ഔട്ട്പുട്ടും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.